വ്യോമ സൈനിക ദൗത്യങ്ങൾക്കായി ഒരുപോലെ പ്രയോജനപ്പെടുത്താനാകുന്ന ഇന്ത്യയുടെ പുത്തൻ പ്രതിരോധ അവതാരം അവതാർ ഡ്രോൺ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക രംഗം അനുദിനം പുതു കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ വളരെയേറെ ശ്രദ്ധേയമായൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പായ അക്വ എയറെക്സ് വികസിപ്പിച്ച അവതാർ എന്ന പുതിയ ആംഫിബിയസ് ഡ്രോൺ. ഇത് ആകാശത്തും കടലിനടിയിലും ഒരുപോലെ പ്രവർത്തിപ്പിക്കാനാകുന്ന ഡ്രോണാണ്. സാധാരണ ഡ്രോണുകൾക്ക് ആകാശത്ത് മാത്രമാണ് പ്രവർത്തന ദൗത്യങ്ങളിൽ ഏർപ്പെടാനാവുക. എന്നാൽ അവതാർ വെള്ളത്തിലേക്ക് മുങ്ങിയും വീണ്ടും പറന്നുയർന്നും പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്. ഈ ഡ്രോണിന് 10 കിലോഗ്രാം വരെയാണ് ഭാരം. ഏകദേശം 145 കിലോമീറ്റർ ദൂരം വരെ ചെന്ന് ആക്രമിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. 5 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിക്കാനും അവതാർ ഡ്രോണിനാകും. ബംഗളൂരുവിലെ യലഹങ്കയിലുള്ള നിട്ടെ മീനാക്ഷി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളായിരുന്ന ഗൗതമി, ജിതേന്ദ്രകുമാർ എന്നിവരാണ് ഈ ഡ്രോൺ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠനകാലത്തെ പ്രൊജക്ടിൽ നിന്നാണ് അതിശയകരമായ ഈ സാങ്കേതിക ആശയം അവരിലുണ്ടായത്. പ്രതിരോധ പദ്ധതിയായ ഐഡക്സിന് കീഴിലാണ് ഈ ഡ്രോൺ വികസിപ്പിക്കുന്നത്. കടലിനടിയിലെ പരിശോധനകളുടെ ചിലവ് 70% വരെ കുറയ്ക്കാൻ ഈ ഡ്രോണിന് കഴിയുമെന്നാണ് അക്വ എയറെക്സ് CEO ആയ ഗൗതമി അവകാശപ്പെടുന്നത്. വരുന്ന 8 മാസത്തിനുള്ളിൽ ഈ ഡ്രോൺ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നും ഗൗതമി കൂട്ടിച്ചേർക്കുന്നു. നിലവിൽ ഈ ഡ്രോണിൽ നാവികസേന താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഇതൊരു മൾട്ടി ഡൊമൈൻ സർവൈലൻസ് ഡ്രോണാണ്. അതായത് ആകാശത്തെയും കടലിനടിയിലെയും വിവരങ്ങൾ ഒരേ സമയം ശേഖരിക്കാൻ കഴിയുന്ന ഒരു സ്മാർട്ട് റോബോട്ടിക് സംവിധാനം. ഈ കഴിവ് കാരണം നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കും ഇത് ഏറെ പ്രയോജനകരമായി തീരും. അവതാർ ഡ്രോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതിന്റെ ഡ്യുവൽ ഡൊമൈൻ ഓപ്പറേഷനാണ്. ഒരു ദൗത്യത്തിൽ തന്നെ ആദ്യം ഇത് ആകാശത്ത് പറന്ന് ലക്ഷ്യസ്ഥാനത്തെ നിരീക്ഷിക്കും. ആവശ്യമെങ്കിൽ പിന്നീട് കടലിലേക്ക് മുങ്ങി അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും ഇതിനാകും. അങ്ങനെ കപ്പലുകൾ, കടൽപാതകൾ അല്ലെങ്കിൽ സംശയാസ്പദ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം വ്യക്തമായി നിരീക്ഷിക്കാൻ അവതാറിനാകുന്നു. കടലിനടിയിൽ സാധാരണ ക്യാമറകൾക്ക് കാര്യമായി ഒന്നും കാണാൻ കഴിയില്ല. എന്നാൽ അവതാർ ഡ്രോണിൽ നിരവധി അത്യാധുനിക സെൻസറുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമേജിംഗ് സോണാർ, ഡോപ്ലർ വെലോസിറ്റി ലോഗ് അഥവാ DCL, അക്കോസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഉയർന്ന നിലവാരമുള്ള ക്യാമറകളും LED ലൈറ്റുകളും, USBL നാവിഗേഷൻ സംവിധാനം എന്നിവയെല്ലാം ഈ ഡ്രോണിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇരുണ്ടതോ മങ്ങിയതോ ആയ വെള്ളത്തിനുള്ളിലൂടെ പോലും സഞ്ചരിച്ച് കൃത്യമായ വിവരശേഖരം നടത്താൻ ഇതിനാകും. കടലിലെ ഉപ്പുവെള്ളം സാധാരണ ഉപകരണങ്ങളെ വേഗത്തിൽ കേടാക്കാറുണ്ട്. ഇത് മുൻനിർത്തി കാർബൺ ഫൈബർ ബോഡി ഉപയോഗിച്ചാണ് അവതാർ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഉപ്പുവെള്ളം സെൻസറുകളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേക കോട്ടിങ്ങുകളും നൽകിയിരിക്കുന്നു. ഓരോ ദൗത്യത്തിനു ശേഷവും ശുദ്ധജലത്തിൽ കഴുകി പരിപാലിക്കാനുമാകും. ഇന്ത്യക്ക് ഏകദേശം 7500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമാണുള്ളത്. ഈ പ്രദേശങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം, കള്ളക്കടത്തൽ, കടൽ ഭീഷണികൾ എന്നിവ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അവതാർ പോലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് കടൽ മേഖലകൾ തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിയുന്നതിലൂടെ ഇന്ത്യയുടെ തീരപ്രദേശ സുരക്ഷ കൂടുതൽ ഉറപ്പുവരുത്താനാകും. അതുപോലെ തന്നെ തുറമുഖങ്ങൾ, നാവിക താവളങ്ങൾ, കടലിനടിയിലെ പൈപ്പുകൾ, കേബിളുകൾ എന്നിവ പരിശോധിക്കാനും ഈ ഡ്രോൺ ഉപയോഗിക്കാനാകും. അതോടൊപ്പം തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾക്കായും പരിസ്ഥിതി നിരീക്ഷണത്തിനുമായും ഒക്കെ അവതാർ ഡ്രോണിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. നിലവിൽ ഈ ഡ്രോണിന്റെ വികസനം ടെക്നോളജി റെഡിനെസ് ലെവൽ 6 അഥവാ TRL-6 എന്ന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. അതായത് ഇത് പരീക്ഷണഘട്ടം വിജയകരമായി കടന്ന് യഥാർത്ഥ സാഹചര്യങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട ഒരു പ്രോട്ടോടൈപ്പായി മാറിയിരിക്കുന്നു. ഭാവിയിൽ ഇത് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് നിർണായക ദൗത്യങ്ങളിൽ ഏർപ്പെടാൻ ഈ ഡ്രോണിനാകുമെന്നതിൽ സംശയമില്ല. രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷയും വ്യോമ സുരക്ഷയും ഒരുപോലെ ഉറപ്പുവരുത്താൻ ഉതകുന്ന ഈ ഡ്രോൺ ഇന്ത്യയുടെ സാങ്കേതിക ശക്തിയുടെ പുതിയ തെളിവായി മാറുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.